രാവിലെ പോലെ ഇവിടെ എല്ലാരും ചാടി കടിക്കാൻ നിൽക്കുകയാണ്. ചാടി കടിക്കണതല്ല അമ്മേ, ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇവിടെ കേൾക്കാൻ ഒരാളും ഇല്ല. ഞാൻ ഇങ്ങനെ പട്ടീനെ പോലെ പണിയെടുക്കുക തന്നെ. വീട്ടില് ജോലി ചെയ്യണ പെണ്ണുങ്ങളൊക്കെ പട്ടിയെ പോലെയാണെന്ന് പറഞ്ഞ അങ്ങനെയാണോ? ജോലി എടുക്കണ എല്ലാ പെണ്ണുങ്ങളും കാര്യമില്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞത്. എത്ര നാളായെന്നറിയാമോ 5 മണിക്ക് എഴുന്നിട്ട് ഞാൻ ഈ അടുക്കളയിൽ കയറുന്നതാ. അത് കഴിയുമ്പോൾ തുണി അലക്കാനുണ്ടാവും, അത് ചെയ്യേണ്ട ഇതുണ്ടാവും, ഇതൊക്കെ കഴിയുമ്പോൾ തയ്ക്കാനിരിക്കണം. രാത്രി ആവണ വരെ ഞാൻ ഇവിടെ ഈ ഒറ്റയ്ക്ക് ക്ലീറ്റ് അങ്ങ് പോയ വഴി. ആ നേരത്ത് ഞാൻ ആ റേഡിയോ വെച്ച് എന്തെങ്കിലും പാട്ടൊക്കെ കേട്ട് അച്ഛൻ്റെ ഒച്ച കേൾക്കണ പോലെ എനിക്കത് കേൾക്കുമ്പോ അതൊന്ന് കേടായിട്ടിരിക്കണം. എത്ര നാളായി, ഒന്ന് ശരിയാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊന്ന് കേൾക്കണല്ലോ. അപ്പൊ അതാണ് ഈ പ്രശ്നം, ഈ ചാട്ടത്തിന്റെ കാര്യം അതാണ്. ഇത് അറിയണ്ടേ അമ്മ? ഇത്ര നാളും പറഞ്ഞ എന്താ പിന്നെ? അതിനൊക്കെ ഓരോ അമ്മ, ഒന്നാമത്തെ കാര്യം അത് നന്നാക്കണ പൈസ വേണ്ട, ഒരു പുതിയ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് വേണ്ട, എനിക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഈ മാട്ട സാധനം നന്നാക്കൊണ്ട് നടക്കാൻ പറ്റുമോ? അങ്ങനെ പറയരുതേ. ആ റേഡിയോയുടെ അകത്തുള്ള സാധനങ്ങൾക്ക് എന്തുമാത്രം വില കൂടിയ സാധനങ്ങളാണെന്ന് അറിയാമോ? ഇന്നത്തെ വിവരമുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. അയ്യോ, ഇന്നത്തെ വെറും ലോക്കലല്ലേ, അത് അന്നത്തത് അങ്ങനെയല്ല എന്റെ പൊന്നെ. ഞങ്ങള് ലഡാക്കിലായിരിക്കുമ്പോ എന്തോ മാരം പാട്ട് കേട്ടതാണെന്നറിയാമോ? നല്ല നല്ല ഹിന്ദി പാട്ടുകളൊക്കെ അല്ലയോ കേൾക്കുന്നത്. എന്താണ് എന്താണ് ഒരു ഹിന്ദി പാട്ടുണ്ടല്ലോ, അക്ഷരങ്ങളൊക്കെ ഞാനങ്ങ് മറന്നുപോയി, വർഷങ്ങളായില്ലയോ. അങ്ങനെ ഒരു പാട്ടുണ്ടോ? അതൊന്ന് നന്നാക്കി തരാൻ പറഞ്ഞതിനാണ്. ഒന്ന് നന്ദി കൊടു. ഇത് വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയണ, എന്നെ പോലെ ഒരു പ്രമുഖൻ ഈ സാധനം തൂക്കി റോഡിൽ കൂടി നന്നാക്കാൻ കടകൾ കയറി ഇറങ്ങി അതിന്റെ നാണക്കേടെ കുറിച്ച് ആലോചിക്കുന്നു. നാണക്കേട്ടിന്റെ കാര്യം ഒന്നും പറയണ്ട. ഒരു കവറിനകത്തിട്ട് പോയി ഞാൻ കൊടുത്തേച്ചാ മതി, കൊണ്ടുപോണത്. വേണ്ട, ഞാൻ നന്നാക്കാൻ കൊടുത്തോളാം. എനിക്കിപ്പോ ആരുടെ സഹായം വേണ്ട. നേരെ ഇരിക്കണ്ടോ നീ? നന്നാക്കി തരാം, അതിന്റെ തല കേടാക്കല്ലേ. ഇതുവരെ കേൾക്കൂല അല്ലേ? തങ്കം, നീ ആ കൊച്ചിനെ കൊല്ലാതിരിക്കുക. എന്റെ പൊന്നു മോളെ, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തല ചെപ്പി കെട്ടിക്കൊണ്ട് കൂടെ. അവർക്ക് 2 എണ്ണം കിട്ടേണ്ട കുറവുണ്ട്, ഒന്നും സമയത്ത് ചെയ്യൂല, എല്ലാം ചെയ്തു കൊടുക്കണം. 2ന്റെ അടി കിടന്ന് കൊള്ളണം. അത് എന്തായാലും കൊള്ളാം, അതിന്റെ കാര്യം. നീ ഇവിടെ തല്ലും വഴക്കൊന്നും വേണ്ട, ഞാൻ ആ സാധനം കൊണ്ടുപോയി നന്നാക്കി കൊണ്ട് വരാം കേട്ടോ. എടുത്ത് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് അത് റെഡി ആണെന്ന് അറിയാത്ത രീതിയിൽ ഒരു കവറിലിട്ട് എടുത്ത് പോയി ഞാൻ കൊണ്ടുപോകാം. റെഡി ആയിട്ടുണ്ടെങ്കിൽ പ്രമുഖര് ഡ്രസ് എവിടെ? ശരിയാവൂല.